ഇനി പിന്നെന്താ പറഞ്ഞറിയോ, എനിക്കൊരു രസം കേൾപ്പിക്കാൻ പാടും കേട്ടോളി. മൗലവിന്റെ തട്ടിപ്പ് എന്താ തട്ടിപ്പ് അറിയോ? ഞാൻ പറഞ്ഞു മുശ്രിക്കുകൾ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല. അത് എന്റെ വകയിലല്ല, റാസിമാൻ പറഞ്ഞാണ്. ഇനി അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പറയുന്നു. മറ്റൊരായത്ത് വിരിച്ചുകൊണ്ട് പറയാണ്, ഇത് തഅ്മുറൂനനാ അൻ നക്ഫുറ ബില്ലാഹ്, അള്ളാഹുവിൽ അവിശ്വസിക്കാനല്ലേ നിങ്ങൾ നമ്മളോട് കൽപ്പിച്ചതെന്ന്. ഖിയാമത്ത് നാളിൽ അവരുടെ അനുയായികൾ ചോദിക്കുമ്പോ, നേതാക്കന്മാരോട് ചോദിക്കുമ്പോ, ആ ചോദിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന ആയത്ത് വിവരിക്കുന്ന സ്ഥലത്ത് ഇമാം റാസി പറയുന്നു, ഹാദാ യുബയ്യിനു, ഈ ആയത്ത് പഠിപ്പിക്കുന്നു, വിവരിക്കുന്നു, അന്നൽ മുശ്രിക ബില്ലാഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കീങ്ങൾ, മാ അന്നഹു ഫി സൂറത്തി മുസ്ബിതുൻ ലാകിന്നഹു ഫിൽ ഹഖീഖത്തി മുൻകിറുൻ ലിവുജൂദില്ലാഹ്, ബാഹ്യമായി അല്ലാഹ് ഉണ്ടെന്നും ആകാശഭൂമി അല്ലാഹ് പടച്ചുവെന്നും അവർ സമ്മതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ അല്ലാഹ് ഉണ്ടെന്നത് നിഷേധിക്കുന്നവരാണ്. കാരണം ഈ വിഗ്രഹങ്ങളോട് തുല്യമാകുന്ന ഒരാള് ഇലാഹാകാൻ പറ്റില്ലല്ലോ, ദൈവമാകാൻ പറ്റില്ലല്ലോ, അള്ളയാകാൻ പറ്റില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, വിഗ്രഹങ്ങളോട് കൂറുള്ള ഒരു സങ്കല്പമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ്, വിശ്വസിക്കാത്തവരാണ്. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്തു സബഇന്റെ തഫ്സീറിൽ 225-ാമത്തെ പേജിൽ പച്ചയായി രേഖപ്പെടുത്തുന്നു. കാരണം ഉള്ള അള്ളാഹുവിന് കൂറുകാരനില്ല, മക്കളില്ല, ഇങ്ങനെ കുറെ സംഗതി ഉണ്ട്. അപ്പോ മൗലവി എന്ത് ചെയ്യുന്നറിയോ, അത് കേൾപ്പിക്കുന്നതിന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മൂപ്പർ എന്താ ചെയ്യുന്നറിയോ, മുജാഹിദീങ്ങളോട് പറയുന്നത്, ക്ലിപ്പും കേൾപ്പിച്ചിട്ട് പറയുന്നത്, അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല എന്നാ പേരോട് പറയുന്നത്. ഞാൻ പറഞ്ഞ എന്താണ്, ഉള്ള അള്ളാഹുവിലല്ല. ഈ ഉള്ള എന്നുള്ള ഇയാൾ കട്ടാളിഞ്ഞ് പറയുന്ന സമയത്ത് അതൊന്ന് കേട്ടോളി നിങ്ങൾ. അയാൾ ആ തട്ടിപ്പ്, അദ്ദേഹത്തിന്റെ അട്ടിമറി. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്, ഉള്ള അല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്, ഉള്ള അല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. കണ്ടങ്ങൾ ഉള്ള എന്നുള്ള കത്ത് കണ്ടോ? ഞാൻ പറഞ്ഞ വാചകത്തിന് ഉള്ള എന്നത് കട്ടു, എന്നിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് കേൾപ്പിക്കുന്ന ഒന്ന്, ഇയാൾ പറയുന്നത് വേറൊന്ന്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. കബളിപ്പിക്കുന്നവർ വരും, അട്ടിമറിക്കുന്നവർ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി സഹോദരന്മാരെ, ഇയാള് പറയുന്നുണ്ട് എന്തെന്നറിയോ, പിന്നെ വേറൊരു അള്ളണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അള്ളണ്ട്. അവര് വിശ്വസിച്ചത് മൗജൂദായ അള്ളാഹുവിലല്ല, അവര് വിശ്വസിച്ചതല്ല വാസ്തവത്തിൽ, അവർ സങ്കല്പിച്ചതാണ്. അവർ സങ്കല്പിച്ചത് അവരെ സങ്കല്പത്തിന് അള്ളാഹ് പേരിട്ടു. അവരെ സങ്കല്പിച്ച പോലത്തെ ഒരു അള്ള ഇല്ല. മക്കളുള്ള ഒരു അള്ളുണ്ടോ എന്നാ അത് പറ മൗലവി, മക്കളുള്ള ഒരു അള്ളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവനാ അള്ളാഹ് നിങ്ങൾ പറ, പരസ്യമായിട്ട് പറ. അതുപോലെ അള്ളാഹുവിന് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറ. അല്ലെങ്കിൽ നിങ്ങൾ പറ മുശ്രിക്കുകൾ വിശ്വസിച്ച പോലത്തെ ഒരു അള്ളുണ്ട് എന്ന് പറ. മക്കളുള്ള അള്ളുണ്ടോ, ഉണ്ടോ ഇല്ലേ പറ. ഉള്ള അള്ളാഹുവിലാണോ മുശ്രിക്കുകൾ വിശ്വസിച്ചത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം? എന്നിട്ട് മൗലവി പ്രസംഗിക്കുന്നു, അവര് അള്ളാഹ് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മക്കളുള്ള ഒരള്ളുണ്ടോ എന്നാ അത് പറ മൗലവി, മക്കളുള്ള ഒരള്ളുണ്ട് എന്ന് പറ. അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവനാ അള്ളാഹ് നിങ്ങൾ പറ, പരസ്യമായിട്ട് പറ. അതുപോലെ അള്ളാഹുവിന് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറ. അല്ലെങ്കിൽ നിങ്ങൾ പറ മുശ്രിക്കുകൾ വിശ്വസിച്ച പോലത്തെ അള്ള ഉണ്ട് എന്ന് പറ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മൂപ്പരുണ്ട് ഒരു ഇങ്ങനെ നോക്കി വായിക്കുന്ന ഒരു സാധനം. മൂപ്പരെന്നായിട്ട് പറഞ്ഞതറിയോ, ദൈവത്തെ നിഷേധിക്കുന്നവര് വിശ്വസിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കരങ്ങളാണ്. ദൈവത്തിനെ നിഷേധിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടോലോ എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ കരങ്ങളാണ്. അപ്പൊ ദൈവം ഇല്ല, കരങ്ങളുണ്ട്. നല്ല കോലുണ്ട് കേട്ടോ ഇവിടെ മൗലവി പറഞ്ഞ കോലം.
ദൈവമില്ല, ദൈവത്തിന് കരം മാത്രം, കരമെല്ലാം ഉണ്ടാക്കുക, ദൈവത്തില്ലാരും. എന്നാൽ അത് എന്തെങ്കിലും വായിച്ചങ്ങ് പറഞ്ഞു പോയാ പരാ, ഓരോന്നും പറ, ആരെഴുതി എവിടെ എഴുതി എന്നൊക്കെ ശരിക്കും പറയുമ്പോ ഏതെങ്കിലും ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയതിൽ അച്ചടിപ്പശ കൊണ്ടെങ്കിൽ അത് തിരുത്തൂന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് മൂളിയിട്ട് പോകാന്ന് വിചാരിക്കണ്ട. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര്